ഹലോ, ഐ എം ലവ്ലി ഇബ്രഹാം ഫ്രം ട്രിവാൻഡ്രം. ഇന്ന് ഞാൻ വരുന്നത് നമ്മുടെ മാർക്കറ്റിന്റെ പെർഫോമൻസിനെ കുറിച്ചൊന്ന് അവലോകനം ചെയ്യാനായിട്ടാണ്, അനലൈസ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റി അപ്പായിരുന്നു, 1061 പോയിന്റ്സ് അപ്പായി. പക്ഷെ അതിനുവേണ്ടി മറ്റുള്ള ഇൻഡെക്സുകളൊക്കെ ഡൗൺ ആയിരുന്നു. നല്ല പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു അവർക്ക്. ഞാൻ ഇന്ന് വളരെ ഡീപ്പായിട്ടൊന്നും ഇരുന്നില്ല മാർക്കറ്റിൽ. അന്നേരം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ടാണ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നൊന്ന് ഒരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അത് വളരെ കുറച്ച് ഫാക്ടേഴ്സേ ഉള്ളൂ, ഞാനതൊന്ന് പറയാം. ഒന്ന്, ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ ഒരു നട്ടെല്ല് കാണിക്കുന്നത് അതിന്റെ GDP എന്ന് പറയും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇത് ഒരു GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ സർവീസസിന്റെ ഒരു ആകത്തുകയാണ് ഒരു പർട്ടിക്കുലർ ടൈമിൽ. അതിപ്പോ നമുക്ക് 8.2 ആണ്. നേരത്തെ അത് 7% ആയിരുന്നു, ഇത് 8.2%. ഇപ്പൊ നല്ല ഗ്രോത്ത് ആണത് ആ വഴിയിൽ നമ്മൾ നോക്കുമ്പോൾ. ഇനി ചില സമയങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ കാലാകാലങ്ങളിൽ ചില റെഗുലേഷൻസും സർക്കുലേഴ്സും ഒക്കെ ഇഷ്യൂ ചെയ്യും. ഇതും മാർക്കറ്റിനെ ബാധിക്കും. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അതിനെ ബാധിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ അവെയർ ആയിരിക്കുക. ഇപ്പൊ നാളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവർ ചിലപ്പം ഡിക്ലെയർ ചെയ്യുന്ന ഒരു 11 മണിയാകുമ്പം ഒരു ന്യൂസ് ഡിക്ലെയർ ചെയ്യുക, അവരുടെ ഒരു പുതിയൊരു റെഗുലേഷൻ. അതനുസരിച്ച് മാർക്കറ്റ് ചിലപ്പോൾ അപ്പാവും, ചിലപ്പോൾ ഡൗൺ ആകും. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, അപ്പൊ അത് നമുക്ക് നാളത്തെ കാര്യം ഇന്നറിയാം. നാളെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് മുൻകൂട്ടി അതിന്റെ റിസൾട്ട് ഒന്നും അറിയാൻ പറ്റത്തില്ല. മാർക്കറ്റ് ഇവരുടെ റിസൾട്ട് അവര് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാർക്കറ്റിനെ എങ്ങനെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് മനസ്സിലാക്കാം, നാളെ 11 മണിക്ക് RBI ഒരു മീറ്റിംഗിന്റെ റിസൾട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ബി കോഷ്യസ്, നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇനി മറ്റൊന്നുള്ളത്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന DIIs, അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FIIs, ഇവര് ഷെയർസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് അതും ബാധിക്കും. ഇപ്പൊ അവരെത്ര വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം FIIs എത്ര എണ്ണം അവര് DIEs ഒക്കെ വിറ്റിട്ടുണ്ട് സ്റ്റോക്കുകൾ. ഇപ്പൊ ഈ മാർക്കറ്റ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഡൗൺ ആയപ്പോ അവരുടെ ഭയങ്കര റേറ്റിലാണ് അവർ വിറ്റോണ്ടിരിക്കുന്നത്, അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകൾ. അപ്പൊ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേ അതിന്റെ പ്രൈസ് കൂടുള്ളൂ. അപ്പൊ വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പ്രൈസ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇപ്പൊ ലോങ് ടേമിന് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. വില കുറഞ്ഞിരിക്കുകയാണ് സ്റ്റോക്കുകളുടെ, പല സ്റ്റോക്കുകളുടെ വില കുറഞ്ഞിരിക്കുന്നുണ്ട്. വാങ്ങിച്ച് ലോങ് ടേം 1 ഇയർ 2 ഇയേഴ്സ് അങ്ങനെയൊക്കെ ഇടാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പൊ വാങ്ങിച്ച് ലോങ് ടേം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം വെച്ചിരിക്കുന്ന കാശൊക്കെ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് അത് നമുക്ക് പെട്ടെന്ന് നല്ല റിട്ടേൺസ് കിട്ടത്തില്ല, പ്രോഫിറ്റിലായിരിക്കത്തില്ല. പിന്നെ അത് നമ്മൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ചെയ്യുകയാണെങ്കിലേ പറ്റത്തില്ല. പിന്നെ ഒന്നുള്ളത്, ഇൻഫ്ലേഷൻ അത് ബാധിക്കുന്ന ഒന്നാണ്. കാരണം ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെന്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പ്രയത്നിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് RBI റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. റിപ്പോ റേറ്റ് ഈസ് the rate at which Reserve Bank of India lends money to the other commercial banks. മറ്റുള്ള കൊമേഴ്സ്യൽ ബാങ്ക്സിന് കടം കൊടുക്കുന്ന ആ ഇൻട്രസ്റ്റ് റേറ്റിനാണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇൻഫ്ലേഷൻ ഇവിടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷനാണ്. അപ്പൊ എന്ത് ചെയ്യും, ആളുകളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ കാശുണ്ട്. അപ്പൊ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുമ്പോ ഇതിന്റെ പൈസ ഇങ്ങനെ കൂടിപ്പോകും. ഇഷ്ടംപോലെ കാശാകുമ്പോഴത്തേക്കിനും ആൾക്കാർ പൈസ മിസ്യൂസ് ചെയ്യാൻ അനാവശ്യമായ കാര്യങ്ങളും വാങ്ങിക്കും. പ്രോഡക്ട്സ് വില കൂടുമ്പോഴത്തേക്കിനും അത് ഒരു ഇക്വാലിറ്റി ഇല്ലാതെ ഇപ്പം പ്രോഡക്ട്സിന്റെ വില. അതുകൊണ്ട് അങ്ങനെ ആ വിലയൊക്കെ ഒന്ന് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് അങ്ങ് കൂട്ടുമ്പം എന്ത് ചെയ്യും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റേറ്റ് അവർ കൊടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, മറ്റുള്ള ബാങ്കുകൾ നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിന് പേഴ്സണൽ ലോണോ എന്ത് ടൈപ്പ് ഓഫ്
ലോൺസ് തരുമ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് റേറ്റിനേക്കാളും കൂട്ടുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് പോയി ലോൺ എടുക്കുന്നതിൻ്റെ ആ ഒരു അളവ് അങ്ങ് കുറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 100 പേര് കഴിഞ്ഞ ഒരു മാസം പോയി എടുത്തെങ്കിൽ, ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെങ്കിൽ, അല്ലെ 2-3 ബാങ്ക്സിൽ നിന്ന് അത്രയും പേര് ലോൺ എടുത്തെങ്കിൽ, ഈ റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂട്ടിയതുപോലെ തന്നെ മറ്റുള്ള ബാങ്കുകളും കൂട്ടുമ്പോൾ ആളുകൾ പോകത്തില്ല. 10-25 പേരായിട്ട് ചുരുങ്ങും. ബാക്കി 75 ആൾക്കാരും പോയി ലോൺ ഇപ്പോൾ വേണ്ട, ഇനി അതിന്റെ റേറ്റ് കുറയുമ്പോൾ നമ്മൾ വാങ്ങിക്കാന്ന് പറയും. അപ്പൊ അങ്ങനെ റിപ്പോ റേറ്റ് വരുമ്പോഴത്തേക്കിന് ഇൻഫ്ലേഷനും കുറഞ്ഞു വരും. അതൊരു ഈക്വൽ എക്കോണമിയിലേക്ക്, നാച്ചുറൽ എക്കോണമിയിലേക്ക് അത് വരും. ഇനി മറ്റൊന്നുള്ളത് കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും. ഇപ്പൊ ഭയങ്കര ഫ്ലഡ് വരുന്നു, അല്ല ഭയങ്കര ഡ്രൗട്ട് വരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ വരുമ്പം ഈ പ്രോഡക്ട്സിന്റെ വിനിമയ നിരക്കെല്ലാം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് മാർക്കറ്റിനെ ബാധിക്കും. ഇനി മറ്റുള്ള ചില രാജ്യങ്ങളിൽ, ഇപ്പൊ US ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പൊ അത് അതിനെ തീർച്ചയായിട്ടും അത് ബാധിക്കുന്നുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കിനും ബാക്കിയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ യുദ്ധം തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ നടത്തുന്ന രാജ്യങ്ങൾ യുദ്ധം നടത്തുകയാണെങ്കിൽ നമുക്ക് ആ ഫ്ലോ അങ്ങ് സ്ലോ ഡൗൺ ആയി വരും. ഒരുപക്ഷെ കുറച്ച് നാളത്തേക്ക് ട്രേഡ് നടത്താനായിട്ട് പറ്റാതെ വരും. അപ്പൊ ഈ ഉള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ നോക്കിയിരിക്കുക. മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിരിക്കുക. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും നെക്സ്റ്റ് ഡേയിലെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം ഞാൻ എപ്പോഴും പറയാറുള്ളത്. അവിടെ ഇന്റർനെറ്റിലും ബാക്കിയുള്ള ചില ന്യൂസ് ചാനൽസിലൊക്കെ ഇത് അവൈലബിൾ ആണ്, ഈ ഡാറ്റ എല്ലാം. ഓക്കെ, ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചുകൂടെ അവയർനെസ് കൂടാനായിട്ട് സാധിക്കും. അപ്പൊ കുറച്ച് നമുക്ക് ലോസ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. മാർക്കറ്റ് എങ്ങനെ പോകുന്നു, ഇപ്പൊ നാളെ കുറച്ച് ബാങ്കിലെ കുറച്ച് ഷെയറുകൾ ഞാൻ വാങ്ങിക്കുന്നു, അങ്ങനെ ഒരു ആന്റിസിപ്പേഷൻ ഇന്ന് കിടന്നുറങ്ങി. രാവിലെ ഞാൻ ഒന്നും നോക്കാതെ അങ്ങ് വാങ്ങിക്കാനായിട്ട് ഇരുന്ന് കുറച്ച് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ബാങ്കിന്റെ വിലയെല്ലാം ഡിം എന്നും പറഞ്ഞ് താഴേക്ക് വന്നു. അപ്പൊ എനിക്ക് നഷ്ടമായില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കുക, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ് എന്നുള്ള കാര്യം. നമ്മൾക്ക് ചുറ്റും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിന്റെ അവയർനെസ് നമുക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും ലോസ് കൂടും. സോ നമുക്ക് ലോസ് കുറയ്ക്കാനുള്ള ടിപ്പുമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കാര്യം വളരെ സൂക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കുക. എന്ത് നടക്കുന്നു നമ്മുടെ ചുറ്റും എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നാളെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയും it's goodbye from Lovely. Bye.